ആദിമസഭയുടെ രീതികളും ആധുനിക സഭയുടെ നിലപാടുകളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആധുനിക സഭ മനുഷ്യരിൽ, പ്രഭുക്കന്മാരിൽ, രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒക്കെ ആശ്രയിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഇന്ന് പലരും വളരെ തിടുക്കം കൂട്ടുന്നു ഇങ്ങനെയുള്ള ആളുകളുമായിട്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ വചനം എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്നവർക്ക് പ്രതികൂലമായും ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിനെതിരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിക്കുവാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. ഇവിടെ അഹുവ ആറ്റിൻ്റെ അരികിൽ ഒരു ഉപവാസം നടക്കുകയാണ്. ആ ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും സുരക്ഷിതമായ ഒരു യാത്ര ദൈവം നൽകേണ്ടതിനായിരുന്നു. രാജാവിൻ്റെ അടുക്കൽ ഈ ഉപവസിക്കുന്ന ആളുകൾ ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാണ്, അവനെ ഉപേക്ഷിക്കുന്നവർക്ക് പ്രതികൂലമാണ്. ഇതാണ് അവരുടെ പ്രസ്താവന. എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാകും, ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചാൽ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് പ്രതികൂലമാകും. ഇത് രാജ്യം ഭരിക്കുന്ന രാജാവിനോട് പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ വഴിയിൽ ശത്രുവിനെതിരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിക്കുവാൻ ലജ്ജിച്ചിരുന്നു. ഈ വാക്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കണം. വാഹനങ്ങളില്ല, വഴിവിളക്കുകളില്ല, മറ്റ് യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ദീർഘയാത്ര ചെയ്യുന്നത് വളരെ അപകടകരമായ കാര്യമായിരുന്നു. വിജനമായ പ്രദേശങ്ങളിലൂടെ ദീർഘയാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാരുടെ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമായിരുന്നു. അതുകൊണ്ട് ദീർഘദൂരയാത്രകൾ കഴിയുന്നത്ര ഒഴിവാക്കുവാൻ ആളുകൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ഈ പശ്ചാത്തലത്തിൽ അർത്ഥശഷ്ട രാജാവ് യെരുശലേം ദേവാലയം പണിയുന്നതിന് നൽകിയ സ്വർണവും വെള്ളിയും മറ്റ് സാമഗ്രികളുമായി എസ്രാ ശാസ്ത്രി യെരുശലേമിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ യെരുശലേമിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അത് സുരക്ഷിതമായിട്ട് യെരുശലേമിൽ എത്തിക്കുവാൻ വേണമെങ്കിൽ എസ്രാ ശാസ്ത്രിക്ക് അർത്ഥശഷ്ട രാജാവിനോട് പടയാളികളെ ചോദിക്കാമായിരുന്നു. പടയാളികളുടെ സംരക്ഷണം അർത്ഥശഷ്ട രാജാവ് എസ്രാ ശാസ്ത്രിക്ക് നൽകുമായിരുന്നു. എന്നാൽ എസ്രായിക്ക് ഒരു വിശേഷതയുണ്ടായിരുന്നത്, ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന സത്യം, ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യം, ആ സത്യത്തിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുന്നത് കൊണ്ട് ദൈവം തന്നെ ഞങ്ങൾക്ക് തുണ നിൽക്കും എന്ന് രാജാവിൻ്റെ മുമ്പാകെ തെളിയിക്കണം. മനുഷ്യനിൽ ആശ്രയിക്കാനുള്ള പരീക്ഷകൾ എപ്പോഴും നമുക്കുണ്ടാവും. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ, ഒരാവശ്യം വന്നാൽ ആപത്ത് ഘട്ടത്തിൽ അവർ നമ്മളെ സഹായിക്കും എന്നുള്ള ചിന്ത, ദൈവാശ്രയം തീർച്ചയായിട്ടും നമ്മിൽ കുറയ്ക്കും. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് പൗലൂസ് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എന്ന പോലെ അതിവേഗം പ്രചരിക്കുവാനും മഹത്വപ്പെടുവാനുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് പ്രബോധനം നൽകുന്നു.
വക്രതയുള്ളവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും പ്രാർത്ഥിക്കണം. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. എന്നാൽ കർത്താവ് വിശ്വസ്തനാകുന്നു. അവൻ നിങ്ങളെ ശക്തീകരിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളുന്നു. എത്രയോ ധൈര്യത്തോടെയുള്ള പ്രസ്താവനയാണ്. ഞങ്ങൾ നിൽക്കുന്നത് വക്രതയുള്ള ദുഷ്ടന്മാരായ മനുഷ്യരുടെ ഇടയിലാണ്. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എല്ലാവർക്കും വിശ്വാസം ഇല്ലല്ലോ. വേണമെങ്കിൽ പൗലൂസിന് സ്വാധീനമുള്ള ഒത്തിരി നേതാക്കന്മാർ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അന്ത്യോക്യ സഭയിൽ നമുക്കറിയാം, ഇടപ്രഭുവായ ഹെരോദാവിനോടുകൂടെ വളർന്ന മനായനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കൊട്ടാരങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന പലരും വിശ്വാസികളായിട്ടുണ്ടായിരുന്നു. ആ ബന്ധം ഉപയോഗിച്ച് വേണമെങ്കിൽ ഒരു സുരക്ഷിതത്വ ബോധം പൗലൂസിന് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. എന്നാൽ അതല്ല പൗലൂസ് ആഗ്രഹിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥന, ദൈവത്തോടുള്ള പ്രാർത്ഥന, അതാണ് നമുക്കെല്ലാവർക്കും ആവശ്യം. പ്രാർത്ഥന കുറയുന്നത് മനുഷ്യരിൽ ഉള്ള നമ്മുടെ ആശ്രയം വർദ്ധിക്കുമ്പോഴാണ്. അവരുണ്ട്, ഇവരുണ്ട്, അവർ സഹായിക്കും, ഇവർ സഹായിക്കും, ആ പാർട്ടിക്കാർ ഈ പാർട്ടിക്കാർ നമുക്ക് അനുകൂലമാണ്, നമ്മെ അവർക്ക് ഒഴിവാക്കുവാൻ പറ്റില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ, അതുകൊണ്ടാണ് മനുഷ്യൻ അഴിച്ചുവിടുന്നത്. തീർച്ചയായിട്ടും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഭാഗ്യവാന്മാർ. നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. എസ്രായെ പോലെ, പൗലൂസിനെ പോലെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നമ്മെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.